നമസ്കാരം. ഒരു കാലത്ത് റീസെൻ്റ്ലി തന്നെ നമുക്ക് പറയാം, ടാറ്റ മോട്ടോഴ്സിൽ നിന്നും ഒരുപാട് അപ്ഡേഷൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതായത് അവരിറക്കാൻ പോകുന്ന കാറുകൾ, ഇനി വരാൻ പോകുന്ന EV കാറുകൾ, അവരുടെ പ്ലാനുകൾ, പുതിയ ചാർജിങ് ഫെസിലിറ്റി എങ്ങനെയൊക്കെയാണ് എൻഹാൻസ് ചെയ്യുക, ഈ കാര്യങ്ങളെക്കുറിച്ചെല്ലാം കണ്ടിന്യൂസ് ആയിട്ട് അപ്ഡേഷൻസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു ഡോർമൻ സ്റ്റേജിലാണ്. യാതൊരുവിധ ന്യൂസുകളുമില്ല. എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, പുതിയ കാറുകൾ വരുന്നുണ്ടോ, പഞ്ച് EVക്ക് ശേഷം വ്യക്തമായിട്ടുള്ളൊരു പഞ്ചിൻ്റെ ഇലക്ട്രിക്കൽ വാഹനം വന്നു കഴിഞ്ഞ്, അല്ലെങ്കിൽ ഇലക്ട്രിക് വാഹനം വന്നു, അതിനുശേഷം പഞ്ചിൻ്റെ ഐസ് വേർഷൻ്റെ ഒരു ഫേസ് ലിഫ്റ്റ് എന്ന് വരും എന്നൊരു കാര്യത്തെക്കുറിച്ചൊന്നും ടാറ്റ കാര്യമായിട്ടുള്ള വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. എന്നാൽ ചില ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നും, അതുമാത്രമല്ല ചില ടാറ്റയുടെ ഒഫീഷ്യൽസിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ചില ഹിൻഡുകളൊക്കെ ലഭിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ വ്യക്തമായിട്ട് ടാറ്റയുടെ ഒരു പ്ലാൻ എന്താണ്, ഇനി എന്താണ് വരാൻ പോകുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ല എന്ന് തന്നെ പറയാം. പക്ഷേ അതിൽ ടാറ്റയ്ക്കറിയാം, വിപണി നല്ല രീതിക്ക് സ്ട്രോങ് ആയി വരുന്നുണ്ട്. പല കോമ്പറ്റേറ്റേഴ്സും വളരെ സൈലൻ്റ് ആയിട്ടിരുന്ന് നല്ല ഹോംവർക്ക് ചെയ്യുന്നുണ്ട്. ഒറ്റയടിക്ക് നല്ല പ്രോഡക്റ്റുകളുമായിട്ട് ഇവരെല്ലാം വരും. അതിലൊരു കമ്പനി മാരുതി സുസുക്കി തന്നെയാണ്. നിങ്ങൾ പപ്പടമെന്നോ പരിപ്പടാന്നോ എന്ത് വേണമെങ്കിലും വിളിച്ചോ, മാരുതി സുസുക്കി എന്ന് പറയുന്ന കാർ നിർമ്മാതാക്കൾ ഇന്ത്യയെ പഠിച്ചിടത്തോളം മറ്റൊരു വാഹന നിർമ്മാതാക്കളും ഇന്ത്യ പഠിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഇന്ത്യയുടെ പൾസ് അറിഞ്ഞിട്ടില്ല എന്ന് ഞാൻ പേഴ്സണലി പറയും. ഇനി വരാൻ പോകുന്ന മാരുതി സുസുക്കിയുടെ ഇലക്ട്രിക് കാറുകൾ എന്ന് പറയുന്നത് വൻപൻ കാറുകളാണ്. അത് മാത്രമല്ല HEV ടെക്നോളജി, സ്ട്രോങ് ഹൈബ്രിഡിൽ അവരൊരുപാട് കാറുകൾ കൊണ്ടുവരും. അത് മാത്രമല്ല കിയ, ഹ്യുണ്ടായി, ഈ രണ്ട് ബ്രാൻഡുകളെയും കൃത്യമായി വാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ പോർട്ട്ഫോളിയോ അവരങ്ങനെയൊന്നും അനൗൺസ് ചെയ്തിട്ടില്ല. നല്ല രീതിക്ക് ഇലക്ട്രിക് കാറുകളിൽ ഹോംവർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടാറ്റ വെറുതെ ഇരിക്കില്ല. ടാറ്റ മികച്ച വാഹനങ്ങളുമായിട്ട് വരാൻ പോവുകയാണ്. എന്തുകൊണ്ടാണ് ടാറ്റ എന്ന് പറയുന്ന വാഹന നിർമ്മാണ കമ്പനിയോട് ജനങ്ങൾക്ക് കൂടുതലൊരു അഭിനിവേശം എന്ന് ചോദിച്ചാൽ, യഥാർത്ഥത്തിൽ നമുക്കിവിടെ ഒരു 40 ലക്ഷം രൂപയ്ക്ക് ലഭിക്കേണ്ട കാറുകളൊക്കെ ടാറ്റ എന്ന് പറയുന്ന ബ്രാൻഡ് കൊണ്ടുവരുമ്പോൾ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ബ്രാൻഡ് ഏകദേശം ഒരു 35 ലക്ഷം രൂപയ്ക്ക് ഉള്ളിലൊക്കെയാണ് അത്തരം വണ്ടികൾ വിൽക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടാറ്റ മോട്ടോഴ്സിൻ്റെ ഭാഗത്തു നിന്നും വരാൻ പോകുന്ന മികച്ച കാറുകളെ കുറിച്ചിട്ടാണ്. ഏതൊക്കെ കാറുകളാണ്, എന്തൊക്കെ കാറുകളാണ്, ഏത് വേർഷനാണ്. ഈ ഒരു വ്ലോഗ് ഇഷ്ടപ്പെടുമെന്നൊരു വിശ്വാസത്തിൽ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻജിൻ ബേയുടെ മറ്റൊരു വ്ലോഗിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മുടെ വ്ലോഗൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നമ്മളതെല്ലാം തിരുത്തി നല്ല രീതിക്ക് മുമ്പോട്ട് പോകുന്നതായിരിക്കും. ചാനലിൽ നല്ലൊരു അപ്ഡേഷൻ ഇനി വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടൻറ്റ് ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ, ടാറ്റയുടെ ഭാഗത്തു നിന്ന് ഇനി വരാൻ പോകുന്നത് ടാറ്റയുടെ ഉരുക്ക് ഭീമനായിട്ടുള്ള കോൺസെപ്റ്റ് കർവാണ്. ടാറ്റയുടെ പ്രധാനമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും മെയിൻ ഡിസൈൻ ഹെഡ് എന്ന് പറയുന്ന പ്രതാപ് ബോസ് പോയതിന് ശേഷം, അദ്ദേഹം മഹീന്ദ്രയിലേക്കാണ് പോയത്. അതിനുശേഷം വന്ന മാർട്ടിൻ ക്ലാരിക്കിൻ്റെ ഭാഗത്ത് നിന്ന് വന്ന ഫസ്റ്റ് ഡിസൈൻ എന്ന് പറയുന്നത് കർവാണ്. അപ്പോൾ കർവിൻ്റെ ഒരു ഇൻഫ്ലുവൻസ്, അദ്ദേഹത്തിൻ്റെ ആ ഒരു ഡിസൈൻ ലാംഗ്വേജിൻ്റെ മിടുക്ക്, ഇതെല്ലാം നമുക്ക് മറ്റ് പല വാഹനങ്ങൾ, ഇപ്പോൾ റീസെൻ്റായിട്ട് ഇറങ്ങിയിട്ടുള്ള നെക്സോൺ നോക്കിയാലും, അതുമാത്രമല്ല പഞ്ചിൻ്റെ ഇലക്ട്രിക് ഒക്കെ നോക്കിയിട്ടുണ്ടെങ്കിലും, നമുക്ക് ആ ഒരു ഡിസൈൻ കർവിൻ്റെ ഇംഗ്ലീഷ് ആൽഫബറ്റിലെ V എന്ന് പറയുന്ന അക്ഷരത്തിൻ്റെ ഇൻഫ്ലുവൻസ് നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ കാണാൻ കഴിയും. അതൊരു എയർ സ്കൂപ്പ് ആണെന്നുണ്ടെങ്കിലും, എയർ വെൻറ്റിലേഷനുള്ള പാസേജുകളാണെന്നുണ്ടെങ്കിലും, അത് മാത്രമല്ല എയറോഡൈനാമിക് പ്രൊപ്പോഷനെ ഹെൽപ്പ് ചെയ്യുന്ന രീതിക്കാണെന്നുണ്ടെങ്കിലും നമുക്ക് ഒരുപാട് ഇത്തരത്തിലുള്ള ലാംഗ്വേജ് നമുക്ക് കാണാൻ. പക്ഷേ ഈ കേവ് വരുമ്പോഴത്തേക്ക് നമുക്ക് തോന്നും, ഈ ഡിസൈൻ നമ്മൾ ടാറ്റയുടെ നെക്സോണിൽ കണ്ടിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ പഞ്ചിൽ കണ്ടിട്ടുണ്ടല്ലോ. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. കേവാണ് ആദ്യം അവർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതിൽ ചില എലമെൻറ്റുകൾ ഈ ഒരു വാഹനങ്ങളിൽ കൊണ്ടുവന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി വരാൻ പോകുന്ന വാഹനം കോൺസെപ്റ്റ് കർവാണ്. പേര് കർവ് തന്നെ ആകണം എന്നില്ല. ഫസ്റ്റ് എന്നൊക്കെയുള്ള പേര് ടാറ്റ പാറ്റൻറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്താണ് പേരെന്ന് നമുക്കിപ്പോൾ കൺഫേം ചെയ്ത് പറയാൻ കഴിയില്ല. എന്നാലും ഇതൊരു കൂപ്പേ കൈൻഡ് ഓഫ് ഡിസൈനാണ്. ഈ ഒരു വാഹനത്തിൽ ഞാൻ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് 3 വേർഷനിൽ ഈ ഒരു വാഹനം വരുന്നുണ്ട്. CNGയിൽ വരുന്നുണ്ട്. നല്ല കാര്യമാണ്. CNG എന്ന് പറയുന്നത് ഇന്നിപ്പോൾ ഒരു ആൾട്ടർനേറ്റീവ് ഫ്യൂലായിട്ട് എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. മെട്രോപൊളിറ്റൻ സിറ്റീസിലൊക്കെ CNG കാറുകൾക്ക് ഒരുപാട് ഡിമാൻഡുണ്ട്. അത് മാത്രമല്ല ഡീസൽ എന്തായാലും അവർ ഒമിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഡീസൽ എന്തായാലും വരില്ല എന്നുള്ളൊരു കാര്യം 100% ശരിയാണ്. പക്ഷേ Active.EV പ്ലാറ്റ്ഫോം, അതായത് ഒരു 350 കിലോമീറ്റർ മുതൽ 650 കിലോമീറ്റർ വരെയുള്ള റേഞ്ച് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഡിഫറൻറ്റ് ഷേപ്പിലുള്ള അല്ലെങ്കിൽ ഡിഫറൻറ്റ് സ്ട്രക്ചറുള്ള വാഹനങ്ങൾ നിർമ്മിക്കാൻ കഴിയുന്ന Active.EV പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു വാഹനം വരാൻ പോകുന്നത്. നമുക്കറിയാം Active.EV പ്ലാറ്റ്ഫോമിൽ വന്ന ആദ്യത്തെ വാഹനം എന്ന് പറയുന്നത് പഞ്ച് EV ആണ്. നല്ലൊരു വാഹനമാണ്, വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞു വന്നത് ഇതിൻ്റെ CNG വേർഷന് കൂടാതെ അതിൻ്റെ ഇലക്ട്രിക്കും വരും എന്നുള്ളതാണ്. ഇലക്ട്രിക്കാണ് ആദ്യം വരാൻ പോകുന്നത്, അതിനുശേഷമാണ് CNG വരുന്നത്. അപ്പോൾ ഇലക്ട്രിക്കൽ ഏകദേശം അവർ ക്ലെയിം ചെയ്യാൻ പോകുന്നത് 550 കിലോമീറ്ററിനോട് അടുത്തായിരിക്കും. പ്രാക്ടിക്കലി നമുക്കൊരു 500 കിലോമീറ്റർ ലഭിക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇനി ടാറ്റ മുമ്പോട്ട് പോകുന്നത്. ഇനി ടാറ്റയുടെ വാഹനങ്ങൾ, വരാൻ പോകുന്ന വാഹനങ്ങൾക്കെല്ലാം നല്ല റേഞ്ച് ഉണ്ടാകും എന്നുള്ളതാണ്. വലിയ SUVകളാണ് വരാൻ പോകുന്നത്. ഹാരിയർ വരുന്നുണ്ട്. തീർച്ചയായിട്ടും മികച്ച ഒരു വാഹനമാണ്. അതും Active.EV പ്ലാറ്റ്ഫോമിലാണ് വരുന്നത്.
പക്ഷേ അതൊരു 4 മീറ്ററിന് മുകളിലേക്ക് സൈസുള്ളൊരു വാഹനമാണ്. പക്ഷേ ഈ ഒരു വാഹനം 4 മീറ്ററിന് താഴത്തേക്ക് കൂപ്പേ കൈൻഡ് ഓഫ് ഡിസൈനിൽ 17 ഇഞ്ചിൻ്റെ ഒരു ലോട്ടസ് അല്ലെങ്കിൽ ഒരു ഫ്ലോറൽ കൈൻഡ് ഓഫ് അലോയ് വീൽസ് ഒക്കെയുള്ള ഒരു മികച്ച ഡിസൈനോട് കൂടിയിട്ടുള്ള ഒരു വാഹനമായിരിക്കും. CNGയിൽ അവൈലബിൾ ആണ്, ഇലക്ട്രിക്കൽ അവൈലബിൾ ആണ്, Active.ev പ്ലാറ്റ്ഫോമിലാണ് വരുന്നത്. അത് മാത്രമല്ല ഓൾറെഡി നെക്സോണിൻ്റെ ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് ഇതിൻ്റെ ഐസ് വേർഷനൊക്കെ വരുന്നത്. കാരണം നെക്സോണിൻ്റെ ഒരു ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു വാഹനം വരാൻ പോകുന്നത്. അത് മാത്രമല്ല ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, മോട്ടോഴ്സ് അവരുടെ 2 പുതിയ പെട്രോൾ എഞ്ചിൻ കൊണ്ടുവരികയാണ്. ഒന്ന് 1.2 GD എഞ്ചിനാണ്, അത് മാത്രമല്ല 1.5 GD എഞ്ചിനാണ് വരുന്നത്. ഒന്ന് അപ്രോക്സിമേറ്റ്ലി ഒരു 125 PS പവർ ഉണ്ടായിരിക്കും, 225 Nm ടോർക്കോട് കൂടി വരുന്നതാണ്. അപ്പോൾ 2 വരുന്നുണ്ട്. അതിനകത്ത് ഈ ഫസ്റ്റ് പറഞ്ഞ എഞ്ചിന് 125 PS പവർ എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി ഒരു 5000 RPM വരുന്നത്. 225 Nm ടോർക്ക് എന്ന് പറയുന്നത് ഒരു 2000 to 3500 RPM വരുന്നത്. അത് മാത്രമല്ല 170 PS പവർ നൽകുന്ന ഒരു 1.5 GD എഞ്ചിൻ വരുന്നുണ്ട്. ഈ 170 PS പവർ ലഭിക്കുന്നതും അപ്രോക്സിമേറ്റ്ലി ഒരു 4000 RPM ആയിരിക്കും. 4500 RPM തീർച്ചയായിട്ടും ലഭിക്കും. 280 ന്യൂട്ടൺ മീറ്ററാണ് അവിടുത്തെ ടോർക്ക് എന്ന് പറയുന്നത്. അത് അപ്രോക്സിമേറ്റ്ലി ഒരു 2200 to ഒരു 3000 ലഭിക്കും. ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. അപ്പം ഈ റെവട്രോൺ എന്ന് പറയുന്നത് ടാറ്റയുടെ ഒരു പെട്രോൾ എഞ്ചിനാണ്. നമുക്കറിയാം 3 സിലിണ്ടർ എഞ്ചിനാണ്. അതിന് കുറച്ച് നോയ്സിയാണ്, വൈബ്രേഷനൊക്കെ ഉണ്ടെന്ന് നമുക്കറിയാം. 3 സിലിണ്ടർ എഞ്ചിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ അതൊക്കെയാണല്ലോ. അപ്പോൾ അത് മാറ്റിയിട്ട് നമ്മുടെ കോൺസെപ്റ്റ് കർവിൽ വരുന്നത് 1.5 GD എഞ്ചിനായിരിക്കും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഇനി വരുന്ന നെക്സോൺ ആണെന്നുണ്ടെങ്കിലും ഇനിയിപ്പോൾ പഞ്ചിലാണെങ്കിൽ പോലും ഒരു 1.2 GD എഞ്ചിൻ കൊടുത്താൽ അത്ഭുതമൊന്നുമില്ല. പക്ഷേ നെക്സോണിൽ തീർച്ചയായിട്ടും വരും. ഇനി വരാൻ പോകുന്ന ഹാരിയറിലൊക്കെ തീർച്ചയായിട്ടും 1.5 GD എഞ്ചിൻ പെട്രോൾ വേർഷൻ വരുന്നതായിരിക്കും. പക്ഷേ ഇവിടെ വരാൻ പോകുന്നത് ഇപ്പോൾ നമ്മൾ പറഞ്ഞു, ഫസ്റ്റ് കർവിൻ്റെ ഇലക്ട്രിക് വേർഷൻ വരും, പിന്നെ അതിൻ്റെ CNG വേർഷൻ വരും. അത് മാത്രമല്ല ഈ CNG എന്ന് പറയുന്നത് ട്വിൻ സിലിണ്ടർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ബൂട്ടൊന്നും അപഹരിക്കില്ല, അതിൻ്റെ സ്പേസൊക്കെ നമുക്ക് ലഭിക്കും. അത് മാത്രമല്ല ഇനി നമ്മൾ ഈ പറയുന്ന പെട്രോൾ വേർഷൻ എന്ന് പറയുന്ന 1.5 GD എഞ്ചിനും വരും. അത് 125 PS പവറും 225 Nm ടോർക്കും ഉണ്ടായിരിക്കും. അപ്പോൾ അതിനുശേഷം വരാൻ പോകുന്നത് ഹാരിയറാണ്. ഹാരിയറിന് ഒരു ഇലക്ട്രിക് വേർഷനാണ് ഇനി വരാൻ പോകുന്നത്. അത് സുപ്രധാനമായിട്ട് നമ്മൾ പറയേണ്ടത്, അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 600 കിലോമീറ്ററിന് അടുത്തായിരിക്കും കമ്പനി ക്ലെയിം ചെയ്യാൻ പോകുന്നത്. അത് മാത്രമല്ല റിയൽ റേഞ്ച് എന്ന് പറയുന്നത് അല്ലെങ്കിൽ റിയൽ വേൾഡിൽ കിട്ടുന്ന റേഞ്ച് കുറച്ചും കൂടെ പ്രിസൈസ് ആകും. ഇനി അത് കഴിഞ്ഞിട്ട് വരാൻ പോകുന്ന വാഹനം എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് മൂവിങ് ഓഫീസ് എന്ന് പറയുന്ന സിയറയാണ്. സിയറ എന്ന് പറയുന്ന വാഹനവും ആദ്യം ഇലക്ട്രിക്കാണ് വരുന്നത്, പിന്നെ അതിൻ്റെ ഐസ് വേർഷൻസ് തീർച്ചയായിട്ടും വരും. ഈ വാഹനം എന്ന് പറയുന്നത് നല്ല വിലയുള്ളൊരു വാഹനമാണ്. ഇപ്പം കസ്റ്റമൈസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു വാഹനം വാങ്ങാൻ കഴിയും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഇപ്പോൾ നമുക്കൊരു ഓഫീസായിട്ട് ഈ ഒരു വാഹനത്തെ ഉപയോഗിക്കാം എന്നുള്ളത് മാത്രമല്ല, യാത്രാ പർപ്പസിന് വേണ്ടിയിട്ട് 5 സീറ്റർ വേർഷനും അവൈലബിൾ ആയിരിക്കും. പിന്നെ കുറച്ച് ആക്സസറി എന്നുള്ള രീതിക്ക് കുറച്ച് പോട്ട്സ്, അത് മാത്രമല്ല കുറച്ച് പ്ലാന്റ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ലഭിക്കും. ഒരു സൗണ്ട് ബാർ എന്തായാലും വരും. ഇപ്പം സൗണ്ട് സ്പീക്കർ സെറ്റപ്പിൽ നിന്നൊക്കെ മാറിയിട്ട് സൗണ്ട് ബാർ എന്നുള്ള രീതിക്ക് കാര്യങ്ങൾ വരും. വെഹിക്കിൾ ടു വെഹിക്കിൾ, പിന്നെ വെഹിക്കിൾ ടു ആൻ എക്യുപ്മെൻറ്റ്, അങ്ങനെ ചാർജ് ചെയ്യാവുന്ന ഫീച്ചേഴ്സൊക്കെ ഒരുപാട് വരും. വാഹനം മൊത്തത്തിലൊരു കമ്പ്യൂട്ടറായിട്ട് മാറും എന്നുള്ളതാണ്. ഇതിന് ശേഷം വരാൻ പോകുന്നതാണ് നമ്മുടെ ആൾട്രോസ് EV എന്ന് പറയുന്നത്. മികച്ചൊരു വാഹനമായിരിക്കും. അതും Active.ev പ്ലാറ്റ്ഫോമിലായിരിക്കും വരാൻ പോകുന്നത്. അതിനും ഒരു ട്രൂ റേഞ്ച് എന്ന് പറയുന്നത് ഒരു 300 കിലോമീറ്ററിന് മുകളിൽ ലഭിക്കും. തീർച്ചയായിട്ടും അതിൻ്റെ സസ്പെൻഷനിൽ ഒരുപാട് വ്യത്യാസം വരുന്നുണ്ട്. കാരണം അതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത് EV കാറുകളാക്കി അല്ലെങ്കിൽ EV കാറാക്കി മാറ്റാൻ ഒരു വിലങ്ങ് തടിയായിരുന്നു. അതൊക്കെ മാറ്റിയിട്ട് ആ ഒരു കാർ മികച്ച ഒരു രീതിക്ക് വരാൻ പോവുകയാണ്. അതിനുശേഷം വരാൻ പോകുന്നത് അവിന്യ എന്ന് പറയുന്ന അതൊരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമിലേക്ക് വരാൻ പോകുന്ന അല്ലെങ്കിൽ ഒരു ഗ്ലോബൽ മാർക്കറ്റ് ലക്ഷ്യം വെച്ചിട്ടുള്ളൊരു വാഹനമാണ്. അപ്പോൾ അവിന്യ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ടുള്ള സ്കേപ്പ് ബോർഡ് ആർക്കിടെക്ചറിൽ വരുന്ന ഒരു വാഹനമായിരിക്കും. അത് ജനറേഷൻ 2 പ്ലാറ്റ്ഫോം ആയിരിക്കും. അത് അവിന്യ വരാൻ പോകുന്നത് പ്യുവർ സ്കേപ്പ് ബോർഡ് ആർക്കിടെക്ചറിൽ തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു വാഹനമാണ്. ഒരുപാട് റേഞ്ച് ഉണ്ടായിരിക്കും. അതിൻ്റെ തത്വത്തിൽ ആ ഒരു വാഹനത്തിൻ്റെ ഒരു കോൺസെപ്റ്റ് മാത്രമാണ് അവർ കാണിച്ചിട്ടുള്ളത്. പക്ഷേ ഈ വരുന്ന ഹാരിയർ ആണെന്നുണ്ടെങ്കിലും കേവ് ആണെന്നുണ്ടെങ്കിലും ഇനി വരാൻ പോകുന്ന ആൾട്രോസിൻ്റെ EV ആണെന്നുണ്ടെങ്കിലും അതൊക്കെ ഓൾറെഡി അവർ ഷോക്കേസ് ചെയ്ത വാഹനങ്ങളാണ്. കർവിൻ്റെ വാഹനം അവർ ഓൾറെഡി ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ടാറ്റയുടെ ഹാരിയറിൻ്റെ കാര്യം അവർ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് സിയറയും അവർ കൺഫേം ചെയ്തു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കൂടുതൽ നല്ല ഇൻഫർമേഷൻസുമായിട്ടും നല്ല ന്യൂസുമായിട്ടും നല്ല കോണ്ടന്റുകളുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരാൻ നിങ്ങളുടെ സപ്പോർട്ട് അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നല്ല നല്ല വ്ളോഗ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി. നമസ്കാരം.